കാണാത്ത കാര്യം പറയരുത്, ഇനി ചെയ്തതാണെങ്കിലും പറയരുത്. നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ മെസ്സിയാര കാര്യം ചോദിക്കുന്നത് ഓള് ചെയ്തതല്ലേ ഞാൻ പറഞ്ഞേ, ഓള് ചെയ്തത് അള്ളഹാനോട് പറഞ്ഞാ തീരും. നീ പറഞ്ഞത് അള്ളഹാനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഓളോട് തന്നെ ചെന്ന് പറ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കാണാത്ത കാര്യം പറയരുത്, ഇനി ചെയ്തതാണെങ്കിലും പറയരുത്. നാം മനസ്സിലാക്കേണ്ടത് രണ്ട് ഉസ്താദുമാരാണ്. ആദ്യം പറഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉസ്താദാണ്. ബഹുമാനപ്പെട്ട കബീർ വാഖഫിനോട് ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യം ആരാണ് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരാം? ലയണൽ മെസ്സിയെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ചെന്ന് നോക്കി, നിങ്ങൾക്ക് മുഖം തരുമോ? നിങ്ങൾ പറഞ്ഞാൽ മതി കേരളത്തിലെ ഭയങ്കര ഉസ്താദാണെന്ന് പറഞ്ഞാൽ മതി. കബീർ വാഖഫി എന്നാണ് എൻ്റെ പേര്, എനിക്കൊന്ന് കാണണം, ഒരു പൊരുത്തപ്പെടിക്കാണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ചെല്ലി നിങ്ങൾ അർജന്റീനയ്ക്ക്. കുറേ ആളുകളുണ്ടാവും ഇതിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യും, നിങ്ങൾ ആരാണ് ഇത് സംസാരിക്കാൻ? എന്താ നമുക്ക് സംസാരിച്ചൂടെ? ഇതുപോലത്തെ ശുദ്ധ തെമ്മാടിത്തരം കണ്ടാൽ നമുക്ക് സംസാരിച്ചൂടെ? ഇവർക്ക് മാത്രമാണോ അതൊക്കെ പറയാൻ പറ്റുക? വെറുതെ ഇല്ലാ കഥകൾ ഉണ്ടാക്കി പറഞ്ഞു. ഇപ്പം CM വലുതാനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു രോമാഞ്ചം കിട്ടുന്ന അത്രയും വലിയൊരു പണ്ഡിതനെ പറ്റി ഇല്ലാ കഥകൾ പറയല്ലേ, പൊട്ടത്തരങ്ങൾ പറയല്ലേ. ഇപ്പം ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തെളിവോട് കൂടി കാണിച്ചത് ഇത് രണ്ടാൾക്കാരാണ്, ഒരാളല്ല. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇത് കണ്ട സമയത്ത്? ഇതാണ് നമ്മളെ നാട്ടിലെ മതപണ്ഡിതന്മാരെന്ന് പറഞ്ഞു നടക്കുന്നവരുടെ പ്രശ്നം. നല്ല പണ്ഡിതന്മാരുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, നല്ല ഉസ്താദ്മാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അപമാനമാകുന്ന ഇതുപോലെയുള്ള വ്യക്തികളെ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യരുത്. ആരും ആയിരുന്നില്ല, നമുക്കൊക്കെ പറയാൻ അവകാശമുണ്ട്, നമുക്കൊക്കെ പറയാൻ റൈറ്റ്സ് ഉണ്ട്, നമുക്ക് സംസാരിക്കണം. ഇതുപോലെ തെമ്മാടിത്തരങ്ങൾ സംസാരിക്കുന്നവർക്കെതിരെ നമ്മൾ സംസാരിക്കുക തന്നെ വേണം.